മുഖത്തടിച്ചിട്ട് ബംഗ്ലാദേശിയാന്നൊക്കെ ചോദിച്ചിട്ട് ആ മനുഷ്യനിങ്ങനെ കൊല്ലാക്കൊല ചെയ്യുമ്പം അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ട ദൈന്യതയേക്കാൾ എന്നെ അലട്ടുന്നറിയോ? അതിനുശേഷമുള്ള ഒരുതരം ശൂന്യതയാണ്, മൗനം കൊണ്ടുള്ള പിന്തുണയാണ്. ഇഫ് യു കിൽ എ കോക്രോച്ച് യു ആർ എ ഹീറോ. ഇഫ് യു കിൽ എ ബട്ടർഫ്ലൈ യു ആർ എവിൽ. ഈവൻ മൊറാലിറ്റി ഹാവ് എസ്തെറ്റിക് ക്രൈറ്റീരിയ. അയാള് ബംഗ്ലാദേശി ആവട്ടെ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കാരനാവട്ടെ, അയാൾ മുസ്ലിം ആവട്ടെ, എന്തോ ആയിക്കോട്ടെ, 2-3 ട്രെയിനൊക്കെ കയറി വന്നിട്ടുള്ള 2 മക്കള്, ഭാര്യ, ഇവരെ മുന്നിൽ അയാള് അവരുടെ ആഹാരാണല്ലേ. പണിയെടുക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തെ ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് വരുന്നവന്റെ മുന്നിൽ അവന്റെ മതം വിശപ്പാണ്. നമുക്കിതൊന്നും അറിയാനിട്ടല്ല, നമ്മള് അനുഭവിച്ചതാണല്ലോ 2018 മറ്റുമൊക്കെ പ്രളയത്തിലൊക്കെ. ഈ കഴുത്തറ്റം വെള്ളം വന്നിട്ട് രക്ഷിക്കാൻ വേണ്ടി ഒരു കൈ ഉയർത്തി കാണിക്കുമ്പോൾ കൈ പിടിക്കാൻ വരുന്നവന്റെ മതം ചോദിച്ചിട്ടല്ല നമ്മൾ പിടിച്ചിട്ടുള്ളത്, അല്ലെ? വെള്ളത്തിൽ നിന്ന് വള്ളത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കുനിഞ്ഞു കൊടുക്കുമ്പോൾ നടുവിൽ ചവിട്ടിട്ട് കയറുമ്പോ ആ കുഞ്ഞു നിന്നവന്റെ ജാതി ഏതാ നമ്മൾ ചോദിച്ചിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ ആ ചൂരമലയിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ പോരെ. ഒരൊറ്റ രാത്രി പ്രകൃതി അണപൊട്ടി ഒഴുകിയപ്പോ 100-500 പേരുടെ ഊരും പേരും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ എല്ലാം നാമാവശേഷമായിട്ട് ആ മണ്ണിന്റെ മണം പോലും മാറിയിട്ടില്ല. എന്നിട്ടും നമ്മളെ ചെയ്തികൾക്കൊന്നും ഒരു കുറവില്ല. ഇഫ് യു കിൽ എ കോക്രോച്ച് യു ആർ എ ഹീറോ. ഇഫ് യു കിൽ എ ബട്ടർഫ്ലൈ യു ആർ എവിൽ. ഈവൻ മൊറാലിറ്റി ഹാവ് എസ്തെറ്റിക് ക്രൈറ്റീരിയ. നിങ്ങളൊരു കൂറയെ കൊന്നാൽ, ഒരു പാറ്റയെ കൊന്നാൽ നിങ്ങൾ ഹീറോ ആണ്. പക്ഷെ നിങ്ങൾ ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഒരു പൂമ്പാറ്റയെ കൊന്നാൽ നിങ്ങൾ ചെകുത്താനാണ്. നമ്മൾ മൗനം പാലിക്കും, മിണ്ടാതിരിക്കും, മോഡറേറ്റ് നിലപാടെടുക്കും. until it's your turn.